ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വിൽക്കുന്ന 35 അവശ്യമരുന്നുകളുടെ ചില്ലറ വിൽപ്പന വില കുറച്ച് കേന്ദ്ര സർക്കാർ. സിനിമ ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ എല്ലാ കലാകാരന്മാർക്കും സുരക്ഷയും തുല്യതയും ഒരുക്കുന്ന നയം ആവിഷ്കരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരള ഫിലിം പോളിസി കോൺക്ലേവിന് തിരുവനന്തപുരത്ത് സമാപനം. സാഹിത്യകാരൻ എം കെ സാനുവിന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കൊച്ചിയിൽ നടന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തെക്കൻ ജില്ലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വിൽക്കുന്ന 35 അവശ്യമരുന്നുകളുടെ ചില്ലറ വിൽപ്പന വില കുറച്ച് കേന്ദ്ര സർക്കാർ. ആന്റി ഇൻഫ്ലമേറ്ററി, കാർഡിയോ വാസ്കുലർ, ആന്റിബയോട്ടിക്, ആന്റി ഡയബറ്റിക്, സൈക്യാട്രിക് എന്നിവയുൾപ്പെടെ വിവിധ തരം മരുന്നുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അവശ്യമരുന്നുകൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാനാണ് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയുടെ നടപടി. ഇത് സംബന്ധിച്ച് രാസവസ്തു രാസവള മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു. ചില്ലറ വ്യാപാരികളും ഡീലർമാരും പുതുക്കിയ വിലപ്പട്ടികകൾ പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. രാജ്യത്ത് പിഎം ജൻധൻ അക്കൌണ്ടുകൾ 55 കോടി കടന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അക്കൌണ്ട് ഉടമകളിൽ 56% സ്ത്രീകളാണ്. ഈ അക്കൌണ്ടുകളിലെ മൊത്ത നിക്ഷേപം 2.5 കോടി കടന്നതായി ധനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭങ്ങളിലൊന്നാണിതെന്നും ഈ വർഷം 3 കോടി ജൻധൻ അക്കൌണ്ടുകൾ കൂടി തുറക്കാൻ ലക്ഷ്യമിടുന്നതായും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. കേരള ഫിലിം പോളിസി കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിച്ചു. കേരള നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിനിമാ പ്രദർശനത്തിന് സർക്കാർ നിയന്ത്രണത്തിലുള്ള സംവിധാനം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം സിനിമ ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ എല്ലാ കലാകാരന്മാർക്കും സുരക്ഷ ഒരുക്കുന്ന നയം കൊണ്ടുവരുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. എല്ലാവർക്കും സംരക്ഷണവും തുല്യതയും ഉറപ്പാക്കുന്ന നയമായിരിക്കും സർക്കാർ ആവിഷ്കരിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. സിനിമാ നയം രൂപീകരിക്കുമ്പോൾ ടെലിവിഷൻ മേഖലയിലെ പ്രശ്നങ്ങളും അഭിസംബോധന ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെന്ന നിലയിൽ കൃത്യമായ വേതനം കൊടുക്കാൻ, വിശ്രമ സമയം നിശ്ചയിക്കാൻ, കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അടിസ്ഥാന സൌകര്യം നിർവഹിക്കാൻ, ജോലി സമയത്തിന്റെ കൃത്യത കൈവരുത്താൻ കഴിയുന്ന നിയമപരമായ കാര്യങ്ങൾ, ബോധവൽക്കരണത്തിലൂടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്തേ പറ്റൂ. അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. അതൊരു ബോധത്തിന്റെ വിഷയമാണ്. സിനിമാ വ്യവസായത്തിന് സർക്കാർ ഫണ്ട് നൽകുന്നത് തടസ്സമുണ്ടാകില്ലെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു, സൂര്യകൃഷ്ണമൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തിനകത്തും പുറത്തും നിന്നുമായി നിരവധി പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും കോൺക്ലേവിന്റെ ഭാഗമായി. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം പുതുതായി നിർമ്മിച്ച ആശുപത്രി ബ്ലോക്കിലേക്ക് 255 പുതിയ തസ്തികകൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ഇതനുസരിച്ച് 102 നഴ്സിംഗ് ഓഫീസർമാരെയും 57 സീനിയർ റെസിഡന്റുകളെയുമാണ് നിയമിക്കുക. ന്യൂറോ സർജറി, കാർഡിയോ വാസ്കുലർ ഗവേഷണം, അനുബന്ധ മേഖലകൾ എന്നിവയുടെ ആഗോള കേന്ദ്രമായി ശ്രീ ചിത്ര ഉയർന്നു വരുന്നതിന് ഈ നിയമനങ്ങൾ ആക്കം കൂട്ടുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിൽ അറിയിച്ചു. സാഹിത്യ സാംസ്കാരിക ലോകത്തെ നിറസാന്നിധ്യമായിരുന്ന എം കെ സാനുവിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. കൊച്ചി കാരയ്ക്കാമുറിയിലുള്ള വസതിയിലും എറണാകുളം ടൌൺഹാളിലും നടന്ന പൊതുദർശനത്തിൽ ആയിരങ്ങളാണ് യാത്രാമൊഴിയേകാൻ എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ എം ബി രാജേഷ്, പി രാജീവ്, കെ രാജൻ, ആർ ബിന്ദു, ബി എൻ വാസവൻ, പി പ്രസാദ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ രവിപുരം ശ്മശാനത്തിൽ നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് ഇന്നു മുതൽ 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം മുതൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കന്യാകുമാരി തീരത്ത് നാളെ പകൽ 11:30 വരെ ഉയർന്ന തിരമാല മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പ്രദേശത്ത് രാവിലെയും വൈകുന്നേരവും ബോട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സ്കൂൾ കുട്ടികളുമായി സഞ്ചരിക്കുന്ന കടത്തു വള്ളങ്ങളിൽ ബോട്ടുകൾ ഇടിച്ച് അപകടമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ലംഘിക്കുന്നവർക്കെതിരെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് തുറമുഖ ഓഫീസർ അറിയിച്ചു. നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി ഇന്നലെ അപകടത്തിൽപ്പെട്ട 7-അംഗ സംഘത്തെ തോട്ടപ്പള്ളി കോസ്റ്റൽ പോലീസ് രക്ഷപ്പെടുത്തി. പ്രതികൂല കാലാവസ്ഥയിലും പോലീസ് തെരച്ചിൽ തുടരുകയായിരുന്നു. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തമിഴ്നാട്, അസം, ആന്ധ്രാപ്രദേശ് സ്വദേശികളായ എല്ലാ തൊഴിലാളികളെയും സുരക്ഷിതരായി തിരികെ എത്തിച്ചു. പ്രവാസ ജീവിതം നയിച്ച് നാട്ടിൽ തിരികെ എത്തുന്നവർക്ക് സഹായവുമായി പ്രവാസി ഭദ്രതാ പദ്ധതി. നോർക്കയുടെ സഹകരണത്തോടെ കുടുംബശ്രീ മിഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വിദേശത്ത് നിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ വായ്പ ലഭ്യമാക്കുകയാണ് പ്രവാസി ഭദ്രതാ പദ്ധതിയിലൂടെ ചെയ്യുന്നത്. അർഹരായവർക്ക് 2 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ലഭ്യമാക്കും. ആദ്യഘട്ടമായി 1 ലക്ഷം രൂപ വീതമാണ് നൽകുക. സംരംഭം ആരംഭിച്ച ശേഷം 2ാം ഘട്ടമായി ബാക്കി തുകയും നൽകും. അപേക്ഷ സംബന്ധിച്ച വിവരങ്ങൾക്ക് അതത് CDS ഓഫീസിലാണ് ബന്ധപ്പെടേണ്ടത്. കുറഞ്ഞത് 6 മാസമെങ്കിലും അയൽക്കൂട്ട അംഗത്വം നേടിയ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനാ അംഗത്തിനോ അപേക്ഷിക്കാം. 2 വർഷമെങ്കിലും പ്രവാസ ജീവിതം നയിച്ച വ്യക്തി ആയിരിക്കണമെന്നതാണ് നിബന്ധന. ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിൽ 200ഓളം തെരുവ് നായ്ക്കളെയും വളർത്തുനായ്ക്കളെയും കൊന്നു കുഴിച്ചുമൂടിയതായി പരാതി. ഇടുക്കി ആനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെ പോലീസ് കേസെടുത്തു. മൂന്നാർ പഞ്ചായത്തിന്റെ അറിവോടെ തെരുവ് നായ്ക്കളെ വിഷം നൽകി കൊലപ്പെടുത്തി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ കിണറ്റിൽ കുഴിച്ചുമൂടിയെന്നാണ് പരാതി. എന്നാൽ പഞ്ചായത്ത് അധികൃതർ പരാതി നിഷേധിച്ചു. അതേസമയം നായ്ക്കളെ പഞ്ചായത്തിന്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മൂന്നാറിലും പരിസരങ്ങളിലും തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരുന്നു. വിനോദസഞ്ചാരികളടക്കം നിരവധി പേർക്കാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. ഇന്ത്യയ്ക്കെതിരായ ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4ാം ദിവസം ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 374 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 3 വിക്കറ്റിന് 197 റൺസ് എന്ന നിലയിലാണ്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ അവസാന ടെസ്റ്റാണിത്. പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് സമിതിയെ നിയോഗിക്കണമെന്നും IMA തിരുവനന്തപുരം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പൊതുജനങ്ങളുടെയും ആരോഗ്യ വിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുന്നതിനായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ ചൊവ്വാഴ്ച ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രി ഗതാഗതം ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ നിരോധിച്ചു. പകലും രാത്രിയും ഈ ഭാഗങ്ങളിൽ പാർക്കിംഗും അനുവദനീയമല്ല. മേഖലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ പാറ അടർന്നു വീഴാൻ സാധ്യതയുള്ളതിനാലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വിൽക്കുന്ന 35 അവശ്യമരുന്നുകളുടെ ചില്ലറ വിൽപ്പന വില കുറച്ച് കേന്ദ്ര സർക്കാർ. സിനിമ ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ എല്ലാ കലാകാരന്മാർക്കും സുരക്ഷയും തുല്യതയും ഒരുക്കുന്ന നയം ആവിഷ്കരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരള ഫിലിം പോളിസി കോൺക്ലേവിന് തിരുവനന്തപുരത്ത് സമാപനം. സാഹിത്യകാരൻ MK സാനുവിന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കൊച്ചിയിൽ നടന്നു. സംസ്ഥാനത്ത് ഇന്നു മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തെക്കൻ ജില്ലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7.